Welcome home. Happy birthday. Thank you. അങ്ങനെ ഇന്നാണ് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ടു മീ അത് നമുക്ക് ശീലമായിപ്പോയി. അപ്പോൾ ഇന്നാണ് എൻ്റെ പിറന്ന നാൾ. ഡേറ്റ് ഓഫ് ബർത്തും പിറന്നാളും ഒരുമിച്ച് വരുന്ന മുഹൂർത്ത ദിവസമാണ് ഇന്ന്. അപ്പോൾ പക്ഷെ അല്ലല്ലോ, നിന്റെ നാളും ബർത്ത്ഡേറ്റും വെവ്വേറെ ദിവസമല്ലേ വരുന്നത്? അതായത് അതാ ഞാൻ പറയാൻ വന്നേ. അതായത് ഇന്ന് നാളല്ലേ, അതുകൊണ്ട് വയസ്സ് പറയാൻ പാടില്ല. അപ്പൊ അന്ധവിശ്വാസം ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ കാര്യം ആയതുകൊണ്ട് വെറുതെ തന്നെ പറയണേ. അപ്പോൾ നാളും ഡേറ്റ് ഓഫ് ബർത്തും ഒരേ ദിവസം അല്ലെങ്കിൽ തലേ ദിവസം പിറ്റേ ദിവസമാണ് വരിക. അപ്പം ഇന്ന് ഒക്ടോബർ 2 എൻ്റെ പിറന്നാൾ, ഒക്ടോബർ 3 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അങ്ങനെ വന്ന ആ ഒരു വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ഇത് സ്പെഷ്യലായിട്ട് നമ്മളൊരു ട്രാവലിംഗ് ചെയ്യാണ്. ഒരു അടിപൊളി റിസോർട്ടൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. പിന്നെ അച്ഛനും അമ്മയും വന്നിട്ട് അവർക്കൊരു എക്സ്പീരിയൻസ് ആവുന്ന ഒരു സംഭവം അതും ചെയ്യാണ്. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന്. അതായത് മിഥുന് 1-ാം തീയതി വരെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു 1-ാം തീയതി കഴിയാതെ നമുക്ക് എങ്ങോട്ടും അവരെ നമ്മളിങ്ങനെ മുംബൈ കറങ്ങി എന്നല്ലാതെ വേറെ ടൂറ് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മിഥുൻ്റെ എക്സാം അങ്ങോട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചു എന്നാൽ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് തന്നെ, കാരണം 2-ാം തീയതി ലീവുമാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു 4-5 ദിവസമൊക്കെ ലീവ് എടുത്ത് വലിയ ട്രിപ്പ് പോകാന്ന് വെച്ചപ്പോൾ മിഥുന് സ്കൂളും പിന്നെ അത് മാത്രമല്ല അമ്മയ്ക്കാണെങ്കിലും കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, ട്രാവലിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഹൈദരാബാദോ അല്ലെങ്കിൽ അവിടെയൊക്കെ വിചാരിച്ചു. പക്ഷെ അമ്മയ്ക്ക് ഇനി കുറച്ചധികം കാലങ്ങൾക്കുള്ള പണിയുണ്ട്. അപ്പോൾ വരുന്ന വഴി അതുകൊണ്ടാണ് ഇനിയിപ്പോൾ സാറ്റർഡേ സൺഡേസ് ഒക്കെ പോകാൻ പറ്റുമെന്നും അറിയില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ വേഗം പോയിട്ട് തിരിച്ചു വന്നിട്ട് വേണം അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടിടാൻ എന്നുള്ള പോലെയാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കംപ്ലീറ്റ് റെസ്റ്റ് ഒക്കെ എടുത്ത് ഇപ്പോൾ ഒന്നും ഉഷാറായിട്ട്, പക്ഷേ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് ഇത്രയും നമ്മൾ ഫുൾ ചെക്കപ്പിന് വേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കിപ്പോൾ പോവാം അല്ലേ? ായോ കുറച്ച് ഇതാണ് എൻ്റെ ഡ്രസ്സ്. പുതിയ ഡ്രസ്സൊന്നുമല്ല കേട്ടോ, ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല എവിടെ. അപ്പോൾ വിചാരിച്ചെന്നാൽ പുതിയതല്ലേ എന്ന് വിചാരിച്ചു. നമ്മൾ അലിബാഗിലേക്കാണ് പോകുന്നത്. അലിബാഗ് അവിടെ നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ക്ലബ് മഹേന്ദ്രയുടെ അവരുടെ റിസോർട്ടാണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് ഒരു ഫെരി വഴിയാണ്. അപ്പോൾ ഞങ്ങൾ 3-4 ഓപ്ഷൻസ് കൊടുത്തപ്പോൾ അച്ഛൻ സെലക്ട് ചെയ്ത് ഇതാണ്. അച്ഛൻ പറഞ്ഞു, ഓ ഇത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എനിക്കിതൊന്ന് വേണമെന്ന് പറഞ്ഞിട്ട്. പൂനെ, ഹൈദരാബാദ്, ദ്വാരക, ഉദയ്പൂർ എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ദൂരത്ത് പോകാൻ വയ്യ അമ്മയ്ക്ക്. അച്ഛൻ പറഞ്ഞു ഇതൊക്കെ എന്നും കാണാനല്ലേ സ്ഥലങ്ങളൊക്കെ, പക്ഷെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് മോനെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു ഓക്കെ എന്നാൽ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ? അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഓൾസൈറ്റ് ആകെ ഒരു ദിവസത്തിനാ, പക്ഷെ പെട്ടിയൊരു 50 ഉണ്ട്. അത് നമ്മൾക്ക് സ്ഥിരമുള്ള. അപ്പൊ നമുക്ക് ചട്ടി പട്ടിയൊക്കെ ആയിട്ട് പോവാം. യെസ്. അപ്പൊ നമ്മളിതാ ഇവിടെ ഈ ഫെറി സർവീസിന്റെ അവിടേക്ക് എത്തി അല്ലേ? നമ്മൾ പോകുന്നത് M2M ഫെറി. നമ്മളിതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അതിലന്നല്ലേ നമ്മൾ പോയത്? അത് എനിക്ക് തോന്നുന്നു രാവിലെ വെബ്സൈറ്റിൽ പോയി അല്ലെങ്കിൽ അവർ ആപ്പ് ഉണ്ട് കേട്ടോ. ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം. നമ്മളെ കാറിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം, ഏത് വണ്ടിയാണെന്നുള്ളത്, എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് ഡീറ്റെയിൽസ് കൊടുത്ത് പേയ്മെന്റ് ചെയ്യാം. കാറില്ലാത്തവർക്കും പോയിക്കൂടെ? അതാ പോകുന്ന ആൾക്കാര്. അതല്ലാത്തവർക്കും പോവാം. അവിടെ പോവാം. പെർ പേഴ്സൺ അങ്ങനെ ചാർജ്. കാറിന് വേറെ ചാർജ് അല്ലേ? ഇത് അലിബാഗ് ആ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കാശ്മീർ ബീച്ചോ അങ്ങോട്ട് എങ്ങോട്ട് ദൂരത്തേക്ക് പോകണിച്ചാലും ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ കുറെ ഡ്രൈവ് ചെയ്ത് പോണത് ഒഴിവാക്കും ചെയ്യാം. പിന്നെ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. അതിന്റെ മുകളിൽ നല്ല രസമാണ്. രാവിലെ എനിക്ക് തോന്നുന്നു 9 മണിക്കോ 8 മണിക്ക് 11 മണിക്കൊന്നുണ്ട്. അപ്പൊ നമ്മള് 11 മണിക്കാണ് പോണത്. കാരണം 9 മണി പറയുമ്പോ നേരത്തെ ആവില്ലേ? 3 സർവീസ് ആയിട്ടാണ് ഉള്ളത് ഒരു ദിവസം. അതെ.
ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മളിതേ ഫെറിയുടെ ഉള്ളിലേക്ക് കാറൊക്കെ നിർത്തി ഇത് നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം നമ്മൾ ഉള്ളിലും ഉണ്ട്, ഉള്ളിൽ എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പുറത്താണല്ലോ ആ കടലിൻ്റെ ഭംഗിയൊക്കെ കാണാം. അപ്പോൾ കുറേ ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മേനെ ഫുള്ള് പുറത്തൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. നമ്മൾ മുന്നേ ഇതിന് പോയിട്ടുണ്ട്, ഇതിന് മുന്നേ കേട്ടോ, കോവിഡ് ടൈമിൽ. അന്ന് നമ്മൾ ഒരുപാട് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഫുൾ റീൽസാണ്. ഈ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയില്ല, കുറേ ഫോട്ടോ കുറേ റീൽസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിറയെ ഫോട്ടോ റീൽസൊക്കെയാണ്. അതൊക്കെ വഴിയെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഇത് തലങ്ങും വിലങ്ങും നിന്ന് ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇത് മുംബൈയിൽ നിന്ന് അലിബാഗ് മാണ്ഡ്വ എന്ന് പറയുന്ന അവിടേക്ക് എത്തുന്ന ഒരു ഫെറിയാണ്. ഡെയിലി ഉണ്ട് കേട്ടോ, രാവിലെയും ഉച്ചയ്ക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ ഈവനിങ്ങിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങനെ 3-4 സർവീസാണ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്ക് കാറിലും പോവാം, കാറിൽ എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് അങ്ങനെ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ വണ്ടിയിൽ നമ്മൾ നടന്നിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും നമുക്ക് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ M2M ഫെറി വെബ്സൈറ്റിലാണ് അവരുടെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മുംബൈയിലുള്ള ആരെങ്കിലും ഇത് പോയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് നമുക്ക് മാണ്ഡ്വ ബീച്ചിലെത്തിയിട്ട് നമുക്ക് അവിടുന്ന് 2 സ്ഥലത്തേക്ക് പോകാം. കാശിദ് ബീച്ചിലേക്കും പോകാം, അലിബാഗിലേക്കും പോകാം. രണ്ടും ഒരു 10-20 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ക്രൂയിസിൽ പോകാൻ അല്ലെങ്കിൽ അത്രയും എക്സ്പെൻസീവ് അല്ല, എന്നാൽ ഒരു ചെറിയൊരു എന്താ പറയുക ആ ഒരു ഫീല് കിട്ടും. ക്രൂയിസ് എന്നല്ല എങ്കിൽ പോലും നല്ലൊരു ഫീല് നമുക്ക് കിട്ടും. ഉള്ളിൽ ഫുള്ള് എ സിയും അവിടെ ഒരു ചെറിയ കഫേയും പിന്നെ ഉള്ളിൽ നിന്ന് ദേ ഈ ഒരു കടൽ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു രസമുണ്ടല്ലോ, അടിപൊളിയാണ്. പക്ഷേ നമ്മളധികം വരുമ്പോൾ അതായത് പോകുമ്പോൾ ഫുൾ ടൈം നമ്മൾ പുറത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ സ്നാക്സും അതേപോലെ തന്നെ ബാക്കി റോൾ, ചിക്കൻ റോൾ അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ തൽക്കാലം ഒരു ഒന്നും അല്ലാത്ത നേരത്താണ് നമ്മൾ 11:30 എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലഞ്ച് ആകുമ്പോഴേക്കും നമ്മൾ ഹോട്ടലിലെത്തും എന്നുള്ളൊരു ഇതായതുകൊണ്ട് നമ്മൾ സ്നാക്സ്, വടാപ്പാവ്, സമോസ അങ്ങനെയൊക്കെയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ കണ്ടോ ഇതാണ് ആ വ്യൂ. എന്ത് രസമല്ലേ, പെട്ടെന്ന് എത്തുകയും ചെയ്യും. 1 അവറിലെത്തും. നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ കുറേ ദൂരം നമുക്ക് പോകണ്ടേ അലിബാഗിലേക്ക്. പക്ഷേ ഇതാകുമ്പോൾ 1 അവറിൽ തന്നെ നമ്മൾ കയറിയതും കുറേ ഫോട്ടോ എടുത്തതും നമ്മൾ എത്തി എന്നുള്ളൊരു എക്സ്പീരിയൻസായി. അപ്പോൾ അവർ അനൗൺസ് ചെയ്തു എത്താറായി. വണ്ടിയിലുള്ളവരൊക്കെ വേഗം കാർ എടുത്ത്, കാരണം ഇതങ്ങോട്ട് തുറക്കണോടുകൂടി ഇതേ ഇങ്ങനെ സ്പീഡിൽ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് മുന്നേ തന്നെ വണ്ടിയിലൊക്കെ കയറിയിരിക്കുക. ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെയാണ്. അപ്പോൾ അത് ആ വണ്ടി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മാണ്ഡ്വ ബീച്ചിലേക്ക് എത്തി. ഇവിടെ നിന്നാണ് നമുക്കിനി വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ കോവിഡ് ടൈമിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയത് കാശിദ് ബീച്ചിലേക്കാണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ പോകുന്ന അലിബാഗിലേക്ക് തന്നെയാണ്. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒരു ടൗൺ ഏരിയയും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ അലിബാഗിലേക്കാണ് പോണത്. അത് മാത്രമല്ല ബർത്ത്ഡേ ആയിട്ട് നമ്മളൊരു അവിടെ റിസോർട്ടും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് ആ ഒരു ഫെറി എക്സ്പീരിയൻസ് പ്ലസ് റിസോർട്ട്, ഇത് ട്രോപ്പിക്കാനയുടെ റിസോർട്ടാണ്. ഇപ്പോൾ അത് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ക്ലബ് മഹേന്ദ്രയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുത്തു. അപ്പോൾ അതിൻ്റെ റിനോവേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റിസപ്ഷൻ ഏരിയയിൽ ഞങ്ങൾ ഇതാ ഇരിക്കുകയാണ്. ഞാനും അമ്മയും വിത്തുക്കുട്ടിയും ഞങ്ങളെല്ലാവരും കൂടെ. രംഷേട്ടൻ അവിടെ അതിൻ്റെ ചെക്കിൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല മട്കയിൽ നല്ല ജ്യൂസ് കൊണ്ടുവന്നു, വെൽക്കം ജ്യൂസ്. ഇത് ശരിക്കുള്ള ആ കളിമണ്ണിൻ്റെ ഇതായതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പാത്രം കാണാൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വില്ലാസിൻ്റെ പ്രൈവറ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വില്ലയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വില്ലയിലേക്ക് കുറച്ചൊരു 45 ഏക്കർ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ വില്ലയിലേക്ക് കാറിൽ പോകണം, നടക്കണമെങ്കിൽ നടക്കാം, പക്ഷേ കാറിൽ പോകാനുള്ള കുറച്ചൊരു ദൂരം അങ്ങനെയാണ്. ഇതുണ്ട് ഇങ്ങനത്തെ നിറയെ വില്ലകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് ഒരു പ്രൈവറ്റ് വില്ല പോലെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ആ റിസപ്ഷൻ ഏരിയയിൽ തന്നെയാണ് ബാക്കി സെപ്പറേറ്റ് ഇങ്ങനെ റൂംസും കാര്യങ്ങളൊക്കെ. ഇനിയും ഒരുപാട് റൂമും ഒരുപാട് ഹോട്ടൽസും. ക്ലബ് മഹേന്ദ്ര ആകുമ്പോൾ അറിയാലോ അതിൻ്റെ റിനോവേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വില്ലയിലെത്തി. നമുക്കൊരു പ്രൈവറ്റ് വില്ലയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ വീട് for 2 days. വെൽക്കം ഹോം. സോ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് രംഷേട്ടൻ എനിക്ക് കുബേരൻ സിനിമയിലെ ദിലീപിനെപ്പോഴും ഒരു ദിവസത്തേക്ക് വാങ്ങിച്ചു തന്ന വില്ല. നാളെ കുബേരൻ സിനിമയിലെ ദിലീപിനെ പോലെ തന്നെ ഞാൻ ഇറങ്ങുന്നതായിരിക്കും. പക്ഷെ ഇപ്പം ഞാൻ രാജാവാണ്. കമാ ഇതാണ് ഇവിടെ പാർക്കിംഗ് അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ എൻട്രൻസിൽ വരുമ്പോൾ തന്നെ നമ്മളോട് ഒരു കുങ്കുമപ്പൂ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ വില്ല 4 BHK ആണ് കേട്ടോ. എന്താ സ്വന്തം വീടുന്നല്ലേ. ഇന്നൊരു ദിവസത്തേക്ക്
കുബേരന്റെ സിനിമയിലെ കോട്ട് കൂടെ വേണമായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഇത് മുകളിലെ നിലയിലേക്ക് പോകുന്ന വഴിയാണ്. അടിയിലത്തെ നില. അപ്പം ഓക്കെ, ഇത് ഒരു കോമൺ വാഷ്റൂം. നമ്മുടെ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ വാഷ്റൂം. ഇന്ന് വല്ല ഗസ്റ്റും വരുമോ? ഇന്ന് ഞാനിങ്ങനെ വരത്തില്ല. ഇത് നടുമുറ്റം. നടുമുറ്റത്തിൽ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂൾ, മോഡേൺ നടുമുറ്റം എന്ന് പറയാം. ഇത് കിച്ചൺ. ഇത് വെറുതെയാണ്, നമ്മൾ ഒരിക്കലും ഭക്ഷണം ഉണ്ടാക്കാൻ പോകില്ല. ആ വെറുതെ റെസ്റ്റിന് വേണ്ടി വന്നതാണ്. അപ്പൊ ആർക്കെങ്കിലും ചിലവരുണ്ടാവുമല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ. ഇത് ആക്ച്വലി കുറേ പേരായിട്ട് ഫാമിലി ആയിട്ട് ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വരുമ്പോഴാണ്. ദിസ് ഇസ് അവർ ലിവിങ് റൂം. ഇവിടെ TV ഉണ്ട്, ഗെയിംസ് ഉണ്ട്, സോഫ സെറ്റ് ഉണ്ട്. ഇതൊരു ശരിക്കും ഒരു ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ പറ്റിയ വില്ലയാണ് അല്ലേ? അതായത് നമ്മളൊരു ബർത്ത്ഡേക്ക് നമ്മളൊരു ഫുൾ ഫാമിലി. പക്ഷെ അങ്ങനെ കുറെ പേരെ കൊണ്ടുവരാൻ പറ്റില്ല. അവര് 4 റൂം അത്രേ ഉള്ളൂ. അതായത് 4 ഫാമിലി. സോ ഡൈനിങ് ടേബിൾ ഒക്കെ ഉണ്ട്. ഡൈനിങ് ടേബിൾ കഴിഞ്ഞ നേരെ നമ്മുടെ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഏരിയ. അതിലേക്ക് നീ മലർന്നടിച്ച് വീഴണ്ട. നീ ഇല്ല, മുങ്ങിച്ചാവാനുള്ള ഇതില്ല, നിനക്കുള്ളുണ്ട്. അപ്പൊ നീന്ത അറിയാത്തോണ്ട് നമുക്ക് ഇങ്ങനെ 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 കളിക്കാം. അപ്പൊ സ്വിമ്മിംഗ് ഇതാണ് എനിക്ക് ഈ വില്ലയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് ചെറിയൊരു ഇത് എന്താണ് പറയാ, അതെ അതന്നെ. കഴിഞ്ഞാൽ ഇവിടെ ഈവനിങ്ങൊക്കെ ആകുമ്പോൾ നമുക്ക് ചായ കുടിക്കാം അല്ലേ? പിന്നെ എനിക്ക് ഇടയ്ക്ക് ഡാൻസ് കളിക്കണം തോന്നിയ പറഞ്ഞിങ്ങോട്ട് വരാം. എന്നിട്ട് രമേശേട്ടനെ ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഡാൻസ്. എന്റെ നെഞ്ഞത്ത് തോം കളിക്കാനുള്ള സ്ഥലം. രണ്ടുപേരും റിട്ടയർ ഒക്കെ വയസ്സാവുമ്പോ നിങ്ങളൊരു എന്റർടൈൻമെന്റ് വേണ്ട. എല്ലാ വെള്ളിയാഴ്ച വെറുപ്പിക്കാനുള്ള തീരുമാനല്ലേ റിട്ടയർ ആയാലും. കയ്യും കാലൊക്കെ പൊന്തും ആ സമയത്ത് തോം കളിക്കാൻ. കണ്ണു പൊത്തിരിക്കുന്നു. നിന്റെ പറച്ചിൽ കേട്ടിട്ട് ചെവി പൊത്തിരിക്കണം. ഈ ഒരു ഏരിയ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മുടെ ബെഡ്റൂമിലേക്കുള്ള ഏരിയ കേട്ടോ. നല്ലൊരു സ്പേസ് അല്ലേ? നല്ല രസമുണ്ട്. ഇത് മഴ പെയ്യുമ്പോഴൊക്കെയാണ് രസം. ഈ ഒരു ബ്ലൈൻഡ് തുറന്നു കഴിഞ്ഞാൽ ആഹാ, ഇന്ന് കുറേ റീൽസും ഫോട്ടോ എടുത്ത് മരിക്കണം. ഇനി നമുക്ക് ഈ വഴി കൂടെ തന്നെ പോകണോ അതോ ഈ വഴി കൂടെ പോകാം? ഈ വഴി കൂടെ പോവാം. ഏത് കൂടെ പോയാലും ഒരു സ്ഥലത്തേക്ക് തന്നെ എത്താം. മിറ്റായ കാരണേ വേണമെങ്കിൽ മുറ്റത്തേക്ക് നീന്തി പോവാന്ന്. മഴ പെയ്ത സൂപ്പറായിരിക്കും കേട്ടോ അല്ലേ? കഴിഞ്ഞ ആഴ്ച വന്നു വെച്ചാൽ നല്ല രസമായിരുന്നു, മഴയോട് മഴ. അപ്പൊ മഴയുടെ ഒരു ലുക്കും. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തായിരുന്നു. ഇത് ഇതിന്റെ മുകളിലുണ്ട് കേട്ടോ സ്ഥലം. അവിടെ വേറെ റൂമുണ്ട്. നമ്മുടെ മുകളിലത്തെ വരാന്ത. ഇത് നമ്മുടെ ഇന്നാ വരാന്ത. ഇത്ര വേണം വരാന്ത. സോ ഇതേതാ റൂം? ഇതാണ് നമ്മുടെ റൂം. പെട്ടിക ജസ്റ്റ് വെച്ചേ ഉള്ളൂ. ഇനി ബാക്കി കൗണ്ടർ കമ്മിഷനിട്ട് എടുക്കുന്നു. ഈ കട്ടിൽ കണ്ട എന്താണെന്ന് അറിയില്ല. പിന്നെ ഒരു ക്ഷീണ. ഇന്ന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഞാൻ മിത്തുവിനോട് പറയായിരുന്നേ ഒരു സോളോ ട്രിപ്പ് വരാം. ഞാൻ സോളോ ട്രിപ്പ് വന്ന എന്താ ചെയ്യുക, റൂമിൽ കയറി കിടന്നുറങ്ങാം. ഒന്നും എടുക്കില്ല. റൂമിൽ കയറും, കിടന്നുറങ്ങും, സ്വിമ്മിംഗ് പൂളിൽ പോകും, ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും, സ്വിമ്മിംഗ് പൂളിൽ പോകും, ഭക്ഷണം കഴിക്കും. എങ്ങനെ ഉണ്ടാവും ഒരു ദിവസം കംപ്ലീറ്റ്? നെക്സ്റ്റ് ബർത്ത്ഡേ ഡെഡിക്കേറ്റഡ് ഫോർ മീ. ഒന്നുമില്ല, നത്തിങ്. കിടക്കുക ഉറങ്ങുക കഴിക്കുക, കിടക്കുക ഉറങ്ങുക കഴിക്കുക. നന്നായിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. ഇതാ നമ്മൾ നേരത്തെ കണ്ട സ്ഥലം. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അത് ഇങ്ങോട്ടാണ് എൻട്രി. ബാൽക്കണി പോലെ ഉണ്ട്, പുറത്തേക്ക് തുറക്കാം. പിന്നെ ഇവിടെയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ തുറക്കാം. എല്ലാ സൗകര്യങ്ങളുമുള്ള മിനി ഫ്രിഡ്ജ്, സെൻട്രലൈസ്ഡ് AC ആയിട്ടുള്ള ഒരു അടിപൊളി. ഇതിന്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ വാഷ്റൂമാണ്. എനിക്ക് ഏത് വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏരിയയാണ് വാഷ്റൂം. ഈ വാഷ്റൂമിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഇവിടെ അല്ലാണ്ട് നമുക്ക് കുളിക്കാം, അതൊക്കെ ചെയ്യാം. അതെല്ലാം നമുക്ക് ഓപ്പൺ ഷവർ വേണമെങ്കിൽ. ഞാൻ ഇവിടെ ഇരിക്കും കുളിക്കാതെ. ഓപ്പൺ ഷവർ നമുക്കിങ്ങനെ പാട്ട് പാടി ആകാശം നോക്കിയിട്ട് നോക്കിയാൽ നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ അങ്ങനെ ഓപ്പൺ ഷവർ. തെങ്ങൊന്നും പാടില്ലേ വീട്ടിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഓപ്പൺ ഷവർ അടിപൊളിയാണ് അല്ലേ? നല്ല രസമാണ്. ഡാൻസ് കളിച്ച് കുളിക്കാം. ഇതാണ് ഷവർ. ഇവിടെ ഉണ്ട്. സൂപ്പർ ഏരിയ. ഇത് രസമായിട്ടാ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചോദ്യം കേട്ടോ, ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ വീടാണ്.
ഇവിടെ ക്ലബ് മഹേന്ദ്രയുടെ ഷാമ്പൂ ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ക്ലബ് മഹേന്ദ്ര പ്രോപ്പർട്ടി അടിപൊളിയാവും, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ കുറെ കൂടുതൽ ബിൽഡിങ്ങുകളും കൂടുതൽ വില്ലാസൊക്കെ അവർ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെന്താ അവിടെ ഒരു വാർഡ്രോബ് സംഭവമൊക്കെ ഉണ്ട്. അത് ഇത് നമുക്കൊരു ചെറിയ വാർഡ്രോബും പിന്നെ ഇവിടെ ചെറിയൊരു സീറ്റിംഗ്, എനിക്ക് തോന്നുന്നു സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിരിക്കും. നമ്മളെപ്പോലെ ഒരു ദിവസത്തേക്കാണെങ്കിൽ ഒരു 100 ലഗേജ് എടുക്കുന്നവരാവുമല്ലോ അധികം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള അതൊക്കെ അവിടെ വെക്കാതെ ഞങ്ങൾ റൂമിനുള്ളിൽ തള്ളി കയറ്റി വെച്ചിരിക്കുകയാണ്. വെയിറ്റ് ടൈമുണ്ട്. ഈ റൂമിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഇതാണ് അച്ഛനും അമ്മയുടെ ഒക്കെ റൂം. ഇപ്പൊ എന്താണ് അവിടെ ചെയ്യണത് തലവത്തി പറയുന്നുണ്ടായിരുന്നു. നോക്കി നോക്കട്ടെ. ലോക്ക് ചെയ്ത് ഇതാണ് അടുത്ത റൂം. എന്തായി കിടന്നോ? അപ്പോഴേക്കും കിടന്നു. റിലാക്സ്. റിലാക്സ് എടുക്കും. റിലാക്സ് ചെയ്യോ. അച്ഛനമ്മയൊക്കെ അവിടെ. ഇവിടെ ഒരു സിറ്റ് ഔട്ട് പോലെ സംഭവം. സിറ്റ് ഔട്ട് പോലെ ഉണ്ട്. അപ്പൊ തുറക്കണ്ടല്ലേ. ഇവിടെയും ആ കോമൺ വാഷ്റൂമും ഇതൊക്കെ സെയിം തന്നെ. എന്താ പറയാ, ഇവ ചെറിയ ഇതൊക്കെ വെക്കാനുള്ള സൗകര്യം, TV കാര്യങ്ങൾ. അപ്പൊ ഇതാണ് മേലെ കണ്ടോ. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പുതിയ സംഭവങ്ങളും കൂടെ വില്ലാസം കൂടെ വരാമെന്ന് തോന്നുന്നുണ്ട്. കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അപ്പൊ ഇവിടെ 2 റൂം ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് തുറന്നിട്ടില്ല, കാരണം നമ്മളെ 2 ഫാമിലി ഉള്ള കാരണം അവർ 2 റൂമേ തന്നിട്ടുള്ളൂ. മേലെ 2 റൂമും കൂടെ ഉണ്ട്. അപ്പൊ 4 ഫാമിലിക്ക് വരാം അല്ലേ. അപ്പൊ ഒരു റൂമില് 2 പേര് പ്ലസ് 2 കിഡ്സും കൂടെ ചിലപ്പോൾ അലൗഡ് ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു 4 ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് എടുക്കണേക്കാൾ നല്ല ഒരു വില്ല അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു 3-4 ദിവസത്തേക്കൊക്കെ വരുന്ന അങ്ങനെയൊക്കെ കുറെ പേരുണ്ടാവില്ല. അപ്പോൾ നമുക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കി, ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി, നമുക്ക് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെയൊക്കെ ഇരുന്ന് അല്ലേ, റിലാക്സ് മോഡില്. യെസ്, നമ്മുടെ നാട് പോലെ കേട്ടോ അലിബാഗ് കാണാൻ. ഒരു കോസ്റ്റൽ ഏരിയ അല്ല, അതായത് ബീച്ച്, പിന്നെ തെങ്ങ്, ഫുഡും അതെ. അലിബാഗിലെ ഫുഡുകളും, കാരണം എൻ്റെ കുറെ ഫ്രണ്ട്സിന്റെ ഗാവ് ഇവിടെയാണ്. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഇവിടെ ഉള്ളവരുണ്ടാക്കും. മീന് നന്നായിട്ട് യൂസ് ചെയ്യും, കാരണം കോസ്റ്റൽ ഏരിയ കാരണം നാളികേര അരച്ച കൂട്ടാനുകൾ നന്നായിട്ട് യൂസ് ചെയ്യും. അലിബാഗിന്റെ എന്താ വെച്ചാൽ കുറേ ഫാം ഹൗസുകൾ അല്ലെ, നമുക്കും വാങ്ങിക്കാൻ തോന്നുന്നു. ഒരുപാട് ഫിലിം സ്റ്റാർസിന്റെ, ഇപ്പൊ ഷാറുഖ് ഖാന്റെ, സൽമാൻ ഖാന്റെ മുതലുള്ള എല്ലാ ഫിലിം സ്റ്റാർസിനും ഇവിടെ ഒരു ഫാം ഹൗസ് ഉണ്ടാവും. ഫാം ഹൗസ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വീട് എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഫാം ഹൗസിൽ ഇവരിങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാനും, കാരണം ഒരു പ്രൈവസി ഉള്ള ഒരു സ്ഥലം, ഒരു നാട് പോലത്തെ ഫീല്. രമേശന്റെ അച്ഛൻ പറഞ്ഞ പോലെ ഇതിപ്പോ കണ്ട നമ്മുടെ കുറ്റിപ്പുറ തിരൂരല്ലാതെ ആരാ പറയാന്ന് ചോദിച്ച പോലെ ആ ഒരു ഫീല് നമുക്ക് പെട്ടെന്ന് കിട്ടും. മുംബൈയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ അതിനാണ് ആൾക്കാർ അധികം ഇവിടെ വരുന്നതും. ഇവിടെ ഫാം ഹൗസ്, ഒരുപാട് പേര് ഫാം ഹൗസ് വാങ്ങിയിടും ഇടയ്ക്കിടയ്ക്കൊക്കെ വരാം. ലോണാവാല പോലെ തന്നെ. പക്ഷെ ലോണാവാല ഒരു കുന്നേരിയാണ്, ഇതൊരു ബീച്ച് ഏരിയയാണ്. ഇവിടെ കുറേ ഫോർട്ട് ഉണ്ട്. നമ്മുടെ ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ ഒരുപാട് ഫോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. പോവാം. അപ്പം നമ്മളെല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ, അങ്ങോട്ട് പോണ വണ്ടിയിൽ തന്നെ പോകണം. 2:30 ആയി. ഫുഡ് കഴിക്കും, വണ്ടി പോകണം. കുറച്ചൊരു ദൂരം നടക്കാണ്ട്. നമ്മളിതാ ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഈ കാണുന്ന ഈ ചുറ്റുമുള്ളതൊക്കെയാണ് നമ്മുടെ സെപ്പറേറ്റ് ഇങ്ങനെ ഓരോരോ റൂമുകളില്ലേ, കപ്പിൾ റൂംസ് പോലെ ഇങ്ങനെ ഓരോരോ ഫാമിലി റൂമാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കോമൺ സ്വിമ്മിങ് ഏരിയ കണ്ടോ. ഇവിടെയാണ് നമ്മൾ ആദ്യം റൂം എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ വില്ലയാകുമ്പോൾ കുറച്ചും കൂടെ സൗകര്യമല്ലേ വിചാരിച്ചു. ഇതാണ് ആ ഏരിയ കേട്ടോ. എത്ര അടയ്ക്കാമരം, നിറയെ കവുങ്ങ് അല്ലേ. അപ്പോൾ ഇത് രാത്രിയൊക്കെ ഇവിടെ വന്നിരിക്കും. നല്ല ചൂടാണ്. ഇപ്പോൾ വന്നിരുന്നാൽ ശരിയല്ല, നമുക്ക് വേഗം പോവാം. ഉച്ചയ്ക്ക് ബൊഫേന്ന് തോന്നുന്നുണ്ട് അല്ലേ. ബൊഫേ ഉണ്ട്. അപ്പം നമുക്ക് ബൊഫയാണ് നമ്മൾ എടുക്കണേ. ഒരുപാട് സ്ഥലമുണ്ട്, ഇഷ്ടം പോലെ സ്ഥലം. നടക്കാനും തുടങ്ങിയില്ല. ഈവനിങ്ങിൽ നടക്കാമെന്ന് വിചാരിച്ചാൽ എത്ര വേണമെങ്കിലും നടക്കാം, റിലാക്സ് ചെയ്യാം. പിന്നെ അവര് കുറേ സംഭവങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പുതിയ റെസ്റ്റോറൻ്റ് ഒക്കെ അവർ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കുറേ പണികൾ നടക്കുന്നത് കാണുന്നുണ്ട് അല്ലേ. കാരണം ആദ്യം ഈ ട്രോപ്പിക്കാനായിട്ട് അവർക്ക് അലയൻസ് ഉണ്ടായിരുന്നുള്ളൂ ക്ലബ് മഹേന്ദ്രയ്ക്ക്. ഇപ്പൊ അവര് എടുത്തു എന്ന് പറയുന്നുണ്ട്. എന്നാ കുറെ പറിച്ചു തിന്നു.
നോൺ വെജ് സെക്ഷൻ, വെജ് സെക്ഷൻ, സൂപ്പ് എന്തൊക്കെ വേണം എല്ലാതും ഉണ്ട്. ഇത് ഫുൾ സാലഡ്. അപ്പം നമ്മൾ ലഞ്ചും ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. ശരിക്കും ഇവർക്ക് ലഞ്ച് നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് വേണമെങ്കിൽ കഴിച്ച് വരാവുന്നതേ ഉള്ളൂ. പുറത്ത് കുറേ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ലഞ്ച് ബൊഫയാണ്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ലഞ്ചും ഡിന്നറും കൂടിയുള്ള ഒരു കോംബോ ഒക്കെ ഉണ്ട്. നമ്മുടെ ഇതിൽ ബ്രേക്ക്ഫാസ്റ്റാണ് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളത് ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ നല്ല ബൊഫേ ആയിരുന്നു. നല്ല ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ ഞാൻ പറയാമല്ലോ, വെജിറ്റേറിയൻ സെക്ഷൻ കൂടുതലുണ്ടാവും. നോൺ വെജും ഉണ്ടെങ്കിലും വെജിറ്റേറിയൻ ഡിസേർട്ട് പിന്നെ പറയേണ്ട ഒരു രക്ഷയില്ലാത്ത ഡിസേർട്ടുകളായിരുന്നു കേട്ടോ. അപ്പോൾ നിറയെ നോൺ വെജ് ആൻഡ് വെജിറ്റേറിയൻ സെക്ഷൻസ്. അതുകൊണ്ട് അമ്മയ്ക്ക് സുഖമായിരുന്നു. കാരണം അമ്മ വെജ് ആയതുകൊണ്ട് കുറേ വെജ് ഓപ്ഷൻസ്, നല്ല വെജ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ഇതേ കഴിച്ച് നല്ല അടിപൊളി. ഞങ്ങളുടെ ഫുഡ് അടി കഴിഞ്ഞു. അയ്യോ 4 മണിയായി. നല്ല അടിപൊളി ഫുഡ്, സൂപ്പർ ഫുഡ്. അച്ഛനോട് ചോദിച്ചോക്കോ എങ്ങനെയുണ്ട്? അച്ഛനോടാണ് ചോദിക്കേണ്ടത് ഫുഡിനെ പറ്റി. എന്നോട് എന്താ ചോദിക്കാൻ ആവശ്യമുള്ളത്? അടിപൊളി അടിപൊളി. അച്ഛനായിട്ട് ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ആള്. അടിപൊളിയല്ലേ? ഓ റൈറ്റ്, നമ്പർ 1. ഇനി നമ്മളൊരു സാധനങ്ങളൊക്കെ എടുത്തു. ഇനി നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ സമയമില്ല. ആക്ച്വലി റെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ പറഞ്ഞില്ല ഇവിടുത്തെ ഒരു ഫോർട്ട് അത് 6 മണി വരെ ഉള്ളൂ. അപ്പോൾ അത് കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമാവും. നാളെ രാവിലെ പിന്നെ ഇപ്പോൾ ഒരു നല്ല ക്ലൈമറ്റ് അല്ലേ, മഴ പെയ്യോ പണി കിട്ടുമോയെന്ന് അറിയില്ല. പക്ഷെ ഇപ്പം നമ്മളപ്പോൾ വിചാരിച്ചു ഫുഡ് കഴിച്ച് നേരെ നമ്മൾ റൂമിലേക്കൊന്നും പോകില്ല, നേരെ ഫോർട്ട് പോയി. കുഴപ്പമൊന്നുമില്ലല്ലോ, ക്ഷീണം ഇല്ലല്ലോ. അപ്പം നമുക്ക് രാത്രി വന്നിട്ട് പിന്നെ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാം അല്ലേ? ഇപ്പൊ കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങില്ല. കേറി കട്ടിൽ കൺട്രോൾ വേഗം നമുക്ക് പോയി ഫോട്ടോ ഒക്കെ കണ്ട് തിരിച്ചു വരാം. കാരണം ഇവിടെ നല്ലോണം എക്സ്പ്ലോർ ചെയ്യാണ്ട്. ഇത് നമുക്ക് നാളെ ചെയ്യാവും നല്ലത് അല്ലേ? ഇന്നിപ്പോ ഇതിന് നിന്നാൽ നമ്മുടെ അലിബാഗ് കറങ്ങൽ നടക്കില്ല. സോ നമുക്ക് പോവാം. ബീച്ചസ് ഒരുപാടുണ്ട് ഇവിടെ. വീണെടുക്കണം അടക്കേക്കാം. ഈ ഒരു ഫുഡ് കഴിച്ച് നമ്മളിതേ ഈ കവുങ്ങൊക്കെ നോക്കി അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് നിറയെ അടയ്ക്ക നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ. അടയ്ക്ക, തെങ്ങ് ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ നമുക്ക് മലയാളികൾക്ക് ഒരു പ്രത്യേക വികാരമല്ലേ, നല്ല പച്ചക്കറി ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഇതുപോലെ ബാറും പിന്നെയും 1-2 റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഇന്നിപ്പോൾ ഒക്ടോബർ 2 ഡ്രൈഡേ ആയതുകൊണ്ട് ബാറൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങി നടന്ന് നമ്മളിതേ പോവുകയാണ് കേട്ടോ. ഫോർട്ട് കാണാൻ അലിബാഗ് ടൗണിലൂടെ പോവുകയാണ്. അത്യാവശ്യം ചെറിയ ഒരു കുട്ടി ടൗൺ, പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉള്ള അങ്ങനത്തെ ഒരു ടൗണാണ്. അപ്പോൾ ഇതാണ് അലിബാഗ് ബീച്ച്. നമുക്ക് പോണ്ടത് അത് അവിടെ കോട്ട കാണുന്നു, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പൊ ഇന്നിപ്പോ വെള്ളമില്ല. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ കൂടെ അങ്ങനെ കുതിര പോണത് അതൊരു നടക്കാം, അല്ലെങ്കിൽ കുതിരയിൽ പോവാം. പക്ഷെ ചിലപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ നടക്കും, അല്ലെങ്കിൽ കുതിരയിൽ പോയാൽ തിരിച്ചു വരുമ്പോൾ ബോട്ടിൽ വരേണ്ടി വരും. കാരണം തിരിച്ചു വരുമ്പോഴേക്കും അത് കടലായി മാറിയിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അങ്ങനെ ഉണ്ടായത്. അതെന്തോ വേലിയേറ്റ പ്രതിഭാസമാണെന്നാണ് തോന്നുന്നത് അല്ലേ? കടലാണിത്, ആ ടൈപ്സ് കടലാണിത്. ഈ ഭാഗമൊക്കെ കടലാണ്. പക്ഷെ ഇപ്പൊ അത് വെള്ളം ഇറങ്ങിയിരിക്കുക. ചിലപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും അത് വെള്ളമായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോണത് കുതിരവണ്ടിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ കുതിരവണ്ടി പറഞ്ഞത് ഇതാണ് ആക്ച്വലി അല്ലേ, മ്യൂളാണ്. മുകളിൽ വന്നിരുന്ന് അപ്പൊ ഓടിക്കുന്ന ആളെ എവിടെ ഇരിക്കൂ? ഓടിക്കുന്ന ആളെ എവിടെ ഇരിക്കൂ? ഓടിക്കുന്ന ആളോട് മുന്നിലിരിക്കണോ? നിങ്ങളവിടെ ഇരുന്ന് കഴിഞ്ഞാ പോണു. അപ്പോൾ നമ്മളിതാ കുതിരയിൽ, ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ കടലിൽ കൂടെ കുതിരയിൽ പോകാമെന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇതാ അധികം വെള്ളമില്ല. വെള്ളം വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഫീലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഈ ഒരു കുലാബ ഫോർട്ടിലെത്തി. ഇതാണ് ആ ഫോർട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഏരിയയിൽ നിന്നും ദേ ഈ ഫോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്.
അപ്പോൾ ഈവനിങ് 6 മണി വരെയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് അങ്ങോട്ട് പോകാനുള്ളത്. തിരിച്ച് വരുമ്പോൾ നമ്മളൊരു 6:30 ഒക്കെ ലേറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. ഇവിടെ 2-3 ഫാമിലിയെ താമസിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഒരു ഗണപതിയുടെ അമ്പലവും വേറൊരു അമ്പലം കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാനായിട്ടുള്ള ഒരു 2 ഫാമിലി മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നുള്ളൂ കേട്ടോ. നല്ല വലിയ കുളം. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എക്കോ വരും. നല്ല അടിപൊളി കുളം കേട്ടോ. ഇതിൽ കുറെ ആമേനെ കാണാനുണ്ട്. ആമകൾ ഒന്ന് സൗണ്ട് ഉണ്ടാക്കിയൊക്കെ ഒന്നും കൂടി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മന്ദിർ. ദേവിയുടെ മന്ദിരവും ഹനുമാൻ്റെ മന്ദിരം ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് ദീപസ്തംഭമാണ്. ഇതൊക്കെ പകുതി പൊട്ടിപ്പൊളിങ്ങിയിരിക്കുന്നു. നമ്മൾ ആ വിളക്കൊക്കെ കത്തിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളാണ്. നല്ല ഭംഗിയുടെ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ ദേവിയുടെ അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ കുറേ തകർത്തിട്ടുണ്ട് എന്നാണ് പറയണത്. പണ്ട് ആ ഒരു സമയത്തൊക്കെ വന്നിട്ട് ഒരുപാട് തകർത്ത് ഉള്ളിൽ കയറാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. ഇതിങ്ങനെ തുറന്ന് കഴിഞ്ഞാൽ ഈ ഒരു കോട്ടവാതിൽ ഇങ്ങനെ തുറക്കണോട് കൂടിയിട്ട് ഈ ഒരു കടലാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ല രസമാണ്. ബേക്കൽ ഫോർട്ട് പോലെ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കാരണം പകുതി കുറേയൊക്കെ തകർത്ത് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ല രസമായിരുന്നു. ഇവിടെ കുറേ ഫോട്ടോസ്. ഞാനും മിത്തുകുട്ടിയും കൂടി പണ്ട് ഞങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ ആ സമയത്ത് വന്നത്. അന്ന് വ്ളോഗൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ആ സമയത്ത് നമ്മൾ വ്ളോഗൊന്നും ഉണ്ടായിരുന്നില്ല. മിത്ത് എത്ര കുഞ്ഞു കുഞ്ഞു വാവ. പക്ഷെ നല്ല രസമുള്ള കുറേ ഫോട്ടോസ് എടുത്തിരുന്നു കേട്ടോ. അപ്പം നമ്മളിതാ കോട്ട കണ്ടു കഴിഞ്ഞു. ഇവിടെ അമ്പലവും കാര്യങ്ങളും കുളവും, നല്ല ഭംഗിയുള്ള കുളം, അമ്പലം, നല്ല കോട്ട. കുറേയൊക്കെ ബ്രിട്ടീഷുകാർ തകർത്ത് ഇട്ട സംഭവമൊക്കെയാണ്. പിന്നെ നല്ല കടൽ, നേരെ കോട്ടവാതിൽ തുറന്ന കടലാണ് കേട്ടോ വ്യൂ. അതാണ് അതിൻ്റെ ഏറ്റവും ഭംഗി. അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റാണ്, പച്ചപ്പും ഇതൊക്കെയായിട്ട്. അപ്പോൾ നമ്മൾ കണ്ടു തീർന്നു. ഏകദേശം ഒരു അരമണിക്കൂറായി. നമുക്ക് തിരിച്ചു പോവാം. കാരണം നമ്മളെ കുതിര അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തിരിച്ചു പോകുമ്പോഴേക്കും വെള്ളം കുറേശ്ശെ ഇങ്ങനെ വരുന്നുണ്ട്. 7 മണിയാകുമ്പോഴേക്കും പിന്നെ വെള്ളം നന്നായി കയറി തുടങ്ങിയ. പിന്നെ നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ ബോട്ടിലേ പറ്റുള്ളൂ. 2 മണി കഴിഞ്ഞാൽ പിന്നെ വലിയ ഇറക്കം അല്ലേ? അതെ, അത് ഹൈ ടൈഡ് ലോ ടൈഡിനനുസരിച്ചിട്ട് അത് വെള്ളം കയറിയിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് കുതിരയിൽ വരുന്ന സമയത്ത് ഭയങ്കര വെള്ളമായിരുന്നു. പക്ഷെ പോകുന്ന സമയത്ത് ആ വെള്ളം മുഴുവനെ വറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വരുന്ന സമയത്ത് വെള്ളമില്ല. ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ കുതിര അതിങ്ങനെ ആ മ്യൂളിങ്ങനെ പോകുന്നത് കാണുമ്പോൾ ചെറിയൊരു സംശയം, നമ്മളും മറാഠ വംശത്തിലെയാണോ എന്നിങ്ങനെ തോന്നിപ്പോവും. എന്താണ്? അതെ. അയ്യോ അച്ഛ എന്ത് പറ്റി? അച്ഛ ഇതെന്ത് പറ്റി? അവിടെ ശിലയായോ? പെട്ടെന്ന് കാശ്മീർ അച്ഛ ഇതെന്ത് പറ്റി? അതെ, രാഷ്ട്രസ്നേഹം കാണിക്കാൻ പറ്റിയ സ്ഥലമാണുള്ളത്. അയ്യോ, എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛാ സംഭവം? എങ്ങനെയുണ്ട്? നമ്പർ 1 അടിപൊളി. ഈ സമുദ്രത്തിന്റെ ഏകദേശം നടുക്കെല്ലാരും ഓരത്തില് എന്നാലും ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയല്ലോ. അതെ അതെ, അതാണ് ശിവാജി. ശിവാജി തന്നെയാണ്. അതെ. സോ നമ്മൾ മടങ്ങുകയാണ്. സൺസെറ്റ് കാണാൻ പറ്റില്ല, കുറച്ച് നേരം കൂടെ കാത്തിക്കണം. അങ്ങനെ ശിവജി മഹാരാജാവിനെ കണ്ട് ഞങ്ങൾ മടങ്ങണം. ശിവജി സൈലോട്ട് പുറത്ത് വരിക. അപ്പൊ മിത്തുകുട്ടിക്ക് ഈ ബൈക്ക് റൈഡിങ്ങിന് പോകണം, എനിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ മിത്തുകുട്ടി പോകണമെന്ന് പറഞ്ഞിട്ട് ഇതേ പോയി വരുന്നു. നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്വയം ഓടിക്കാം. ഒരു രസം, ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇതാ വരണം. പിന്നിലിരുന്ന് സ്കൂട്ടി ഓടിക്കുന്ന പോലെയാണെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഒന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. പിന്നെ സംഭവം നല്ല എളുപ്പാ. മൂപ്പരെ വീഴ്ത്തിട്ടോ? അല്ല, അങ്ങനെയുള്ള സാധനം സംഭവിക്കാറ്. അടിപൊളി ഇതിങ്ങനെ ആക്കുമ്പോഴേക്കും ആക്സിലേറ്റർ ഡൗൺ ആവുന്നുണ്ട്.
വലിയ പ്രശ്നമില്ല. പിന്നെ സ്കൂട്ടിയേക്കാളും ഹെവി ആണല്ലോ, സ്കൂട്ടിയിൽ അങ്ങോട്ടും കൂടെ ആയ വീഴാ. ഇത് സംഭവം അടിപൊളിയല്ലേ? രമേശേട്ടൻ മിത്തുവിനെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പിടിക്കണ ഒരു ഇതുണ്ട് സെയിം സ്ഥലത്ത്. അതൊന്ന് റീക്രിയേറ്റ് ചെയ്യണം. അത് സൺസെറ്റിന്റെ സമയത്തായിരുന്നു. ഇപ്പൊ റീക്രിയേറ്റ് ചെയ്യാതെ നേരെ ഉളുക്കി കിടക്കേണ്ടി വരും. വേണ്ട വേണ്ട. അപ്പൊ ഞങ്ങള് ഇതാ കറക്കൊക്കെ കഴിഞ്ഞ് വന്നു, എല്ലാവരും ഫ്രഷായി. ഇനി ബർത്ത്ഡേ കേക്ക്. അപ്പൊ ഈ ഒരു കേക്ക് കട്ട് ചെയ്ത് ഇന്നത്തെ രാത്രിത്തെ ഫുഡ് നമ്മൾ എല്ലാവർക്കും വയറ് ഫുള്ളായത് കൊണ്ട് നമ്മൾ ചുമ്മാ ഡോമിനോസ് വയറ് ഫുള്ളായതുകൊണ്ട് ഡോമിനോസ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ബൊഫേ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ കഴിച്ച് ഇതാ കുറച്ച് നേരം ഇവിടെ ഗെയിംസ് ഒക്കെ കളിക്കും, അല്ലെങ്കിൽ കിടന്നുറങ്ങും. അതാണ് പരിപാടി അല്ലേ? അപ്പൊ കട്ട് ചെയ്താലോ? അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഞാനും കൂടി വരാം. കേക്ക് കട്ടിങ് തുടങ്ങാം. നല്ല ഒരുപാട് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സോപ്പു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പ്ലീസ് ഞാൻ തരട്ടെ. ഞാൻ തരാം. എല്ലാരും കൊടുത്തോളൂ, അച്ഛൻ കൊടുത്തോളൂ. ക്രീമായോണ്ടേ ബർത്ത്ഡേ ആഘോഷം പൊടി പൊടിച്ചിരിക്കുകയാണ്. നാളെയാണ് ഡേറ്റ് ഓഫ് ബർത്ത്. അതും നമ്മൾ ഇവിടെ തന്നെ റിസോർട്ടിലായിരിക്കും അല്ലേ? അപ്പൊ 2 days ബർത്ത്ഡേ സെലിബ്രേഷൻ അടിച്ചു പൊളിക്കാം. പ്രസാദം കൊടുക്കണ പോലെ കൊടുക്കണത്. പ്രസാദം സോ നമ്മൾ രാത്രി എന്താണെന്ന് ഡിന്നർ ഡോമിനോസ് പ്ലസ് മിറിൻഡ. വേണമെങ്കിൽ റെസ്റ്റോറൻറ്റിലെ ഫുഡ് ഉണ്ട്. ബട്ട് ഉച്ചയ്ക്ക് തന്നെ കുറച്ച് ഹെവി ആയി. നമ്മൾ നല്ല ലേറ്റ് ആയിട്ടാണ് കഴിച്ചത് ഉച്ചയ്ക്ക്. അതായത് ഒന്ന് ഫോട്ടിൽ നടന്നുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ 1 കിലോ പഴം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പഴം മതി എന്ന് പറഞ്ഞത്. കേക്കും കൂടെ കഴിക്കുമ്പോൾ ഫുള്ളാവും. ഇവിടെ നമ്മുടെ ലിവിംഗ് റൂമിൽ TV ആൻഡ് നമുക്ക് ക്യാരംസ് ഒക്കെ കളിക്കണ്ടേ? ഒക്കെ കളിക്കണോ അത് കിടന്നുറങ്ങണോ എന്നുള്ളത്. അമ്മക്ക് ഇപ്പൊ തന്നെ അമ്മ പറയണ്ട കിടന്നുറങ്ങണം. നമ്മള് രാവിലെ ആക്ച്വലി ഫുൾ ഡേ എന്ന് പറഞ്ഞ പോലെ കറക്കായിരുന്നു. രാവിലെ അച്ഛൻ പറയണ അച്ഛന് ഇന്ന് നല്ല ദിവസമായി, ഒരു ദിവസം ഫുള്ള് എന്തെങ്കിലും കാര്യത്തിൽപ്പെട്ടു. ഇവിടെ 2-3 സ്ത്രീകളുടെ രൂപം കാണുന്നുണ്ടോ? എനിക്ക് കാണണം. അങ്ങനെ ഞങ്ങളുടെ കേക്ക് കട്ടിങ്ങും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ ക്യാരംസ് കളിക്കണോ TV കാണണോ കിടന്നുറങ്ങണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. കുറച്ചു നേരം നമ്മൾ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം. മിത്തു ഹാപ്പി? ഞങ്ങൾ അങ്ങടാ ചോദിക്കുന്നുണ്ട്. സൊപ്പു ഹാപ്പി? സൊപ്പുന്റെ ബർത്ത്ഡേ ഡബിൾ ഹാപ്പി, ട്രിപ്പിൾ ഹാപ്പി. അടിപൊളി ബർത്ത്ഡേ. 2 days ബർത്ത്ഡേ ആണ്. ഇന്നും പിറന്നാളാണ്, നാളെയും പിറന്നാളാണ്. നാളെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ? പക്ഷെ രണ്ടും നമ്മള് റിസോർട്ടിൽ തന്നെയാണ്. അപ്പോൾ ഡബിൾ ആണ്, ഡബിൾ ബർത്ത്ഡേ, ഡബിൾ സന്തോഷം. ഓക്കെ, ഗുഡ് നൈറ്റ്.